ഹായ് ഹലോ. അപ്പോൾ ഒരു പെരുന്നാൾ വ്ളോഗ് കണ്ടാലോ? അപ്പോൾ ഞാൻ ഇക്കാടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നേരെ അടുക്കളയിൽ വന്നു. അപ്പോൾ ചിക്കൻ കഴിഞ്ഞ് മാമി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്ക് ചിക്കനൊക്കെ ഞാനൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാവിലെ അപ്പവും ബീഫ് കറിയായിട്ട് കഴിച്ച്, ബീഫ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ബീഫ് കറിയായിട്ട് കഴിച്ച്. പിന്നെ ഉച്ചത്തേക്ക് ചിക്കനൊക്കെ പൊരിച്ചെടുത്ത്, പിന്നെ പപ്പടവും പൊരിച്ച് സാലഡും ഒക്കെ ഉണ്ടാക്കി. നെച്ചോറ് മാമി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാമി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതാ ഈ ഒരു ആത്തിച്ചക്ക കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല മധുരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. വെളിയിൽ വന്നിരുന്നാണ് ഞാൻ കഴിക്കാറ് കൂടുതലും. ഞാൻ മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ പിന്നെ മാമിയും എൻ്റെ കൂടെ വന്ന് വെളിയിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിച്ച് എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ പുറത്ത് വന്ന് വിചാരിച്ചത് ഇതാണ് ഇക്ക എനിക്ക് വാങ്ങിച്ചെന്ന് പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി. പിന്നെ പെരുന്നാളായി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഔട്ടിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ശംഖുവും ലുലുവാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ശംഖുവത്ത് പോയില്ല, ലുലുവിൽ മാത്രമേ പോയുള്ളൂ. കാരണം ലുലുവിൽ തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയാലും നല്ല തിരക്കാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ലുലു മാത്രമായിട്ട് പോയി. അപ്പോൾ ലുലുവിൽ നല്ല ബ്ലോക്കിന് ശേഷം ഒരു 9 മണിയായപ്പോൾ നമ്മൾ ലുലുവിൽ കയറിയിട്ടുണ്ടായിരുന്നു. പാർക്കിങ് പെട്ടെന്ന് തന്നെ പാർക്കിങ് കിട്ടി. പിന്നെ നമ്മൾ അകത്ത് കയറി എസ്കലേറ്ററിൽ കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി നല്ല തിരക്കുണ്ടെന്ന്. കാരണം എക്സ്കലേറ്ററിന് താഴോട്ട് നോക്കുമ്പം അടിപൊളി തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ട്. അതുപോലെ അവിടെ എന്തോ ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ ഫുഡ് കാർണിവൽ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു മോമോസൊക്കെ മേടിച്ച് കഴിച്ച്. പിന്നെ ഈ ഒരു ഓഫറിൽ വന്നിട്ട് ഒരു കുക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻഡോർ പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു റോളർ ഐസ്ക്രീം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഗുലാബ് ജാമുൻ്റെ ഒരു റോൾ ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ഇതുപോലുള്ള കുട്ടി വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ടാറ്റാ.